പൂജവെപ്പിൻ്റെ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പൂജവെപ്പായതുകൊണ്ട് നമുക്ക് പഠിക്കാൻ എഴുതാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പൂജ വയ്ക്കാറുള്ളത്. എന്നാൽ വിചാരിച്ചു നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ് വർക്കുമായിട്ടിരിക്കാമെന്ന്. അപ്പോൾ ഈ ഒരു സാരി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മുന്നത്തെ മാസം വന്ന സാരിയാണ്. ആക്ച്വലി ഇതൊരു ലെഹങ്ക അയക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരുന്ന സാരിയായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ തീരുമാനം മാറ്റി അത് റിട്ടേൺ അയക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞു എന്തായാലും റിട്ടേൺ ഒന്നും അയക്കണ്ട, കാരണം നല്ല സാരിയാണ്, അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാരി. എന്നാൽ പിന്നെ സാരിയായിട്ട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാർ ചോദിക്കും ഇതിൻ്റെ ബ്ലൗസ് തയ്ച്ചില്ലേ എന്ന്. കാരണം വേറെ ഒന്നുമല്ല, എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കറക്റ്റ് ആ സമയത്തായിരിക്കും ഞാൻ തയ്ക്കാനായിട്ട് ഇരിക്കുന്നുണ്ടാവുക, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 7 മണി, രാത്രി 7 മണിയൊക്കെ സമയത്താണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ നോർമൽ ഒരു ഡിസൈനാണ് കേട്ടോ, അധികം അങ്ങനെ സ്ലീവിലെ ഡിസൈൻസ് ഒന്നും വരുന്നില്ലാത്തൊരു നോർമൽ ബ്ലൗസാണ് കേട്ടോ. പ്രിൻസസ് കട്ടായിരുന്നു. അപ്പോൾ സാധാരണ പൂജവെപ്പിൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും വെറുതെ ഇരിക്കാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ തയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് മുഴുവനൊരു 2-2.5 മണിക്കൂർ എടുത്തിട്ടോ നമ്മുടെ ബ്ലൗസ് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയാനായിട്ട്. അങ്ങനെ പതുക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലാണ് ബ്ലൗസ് തയ്ച്ചത്. അധികം വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, വളരെ നോർമലായിട്ടുള്ളൊരു ബ്ലൗസാണ്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോഴും നല്ല ഭാഗമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.